അപ്പൊ ഇനി ലൈക് ഈ ഒരു മൂവി കഴിഞ്ഞ ഇനി വേറെ ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഇപ്പം ZTV ഒരു പ്രോജക്ട് ചെയ്യുന്നുണ്ട്. ഫിലിം ഒന്നും കൺഫേം ആയിട്ടില്ല. ഫിലിം വരുന്നുണ്ട്, പക്ഷെ ഒന്നും ഫൈനൽ ആയിട്ടില്ല. TV സീരീസ്? TV സീരീസ് കുക്കുവിന് വേണ്ടിയിട്ട് ഒരു 3 കഴിഞ്ഞു. ഒരു തമിഴും 2 മലയാളം മൈക്രോ ഡ്രാമാസ് ചെയ്തായിരുന്നു. ഇപ്പൊ ZTVക്ക് വേണ്ടി ദുർഗ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്ട് ചെയ്യുന്നുണ്ട്. ലീഡാണ് അതില്. ഓക്കെ. അപ്പൊ ഈ ഇപ്പത്തെ ഒരു ട്രെൻഡാണ് ഈ മൈക്രോ ഡ്രാമാസ് എന്നുള്ളത്. ലൈക്ക് നമുക്ക് വലിച്ചു നിട്ടില്ലെന്ന് നമുക്ക് ആ ഒരു സീരീസിന്റെ ഒരു ഫീലും കിട്ടും. സോ അതില് എത്രത്തോളം ഡിഫറൻസ് ആയിട്ട് തോന്നി? ഇപ്പൊ സീരിയലും അഭിനയിച്ചു ചെയ്യുന്നുണ്ട്. അല്ലാതെ എന്ത് ഡിഫറൻസ് തോന്നി? അത് വേർട്ടിക്കൽ ആണല്ലോ ആ ഒരു ലോകം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു ഇതിലാണ് ഇപ്പൊ നമ്മള് നേരത്തെ ഇപ്പൊ ഒരു ഫിലിം ആണെങ്കിൽ പോലും 1.25-2 മണിക്കൂർ കൊണ്ട് ആണല്ലോ നമ്മളത് ഇഷ്ടപ്പെടുന്നതും കൺവേ ചെയ്യപ്പെടുന്നതും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 എപ്പിസോഡ്, 1 മിനിറ്റിന്റെ ഒരു 6 എപ്പിസോഡിൽ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നെക്സ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ഏരിയ ആണ് ഈ പറയുന്ന സീരീസ്. ഇപ്പൊ പൊതുവെ പറയാറുണ്ട് ലൈക്ക് ഇപ്പൊ 3 അഭിനയിച്ച ഒരാൾ ലൈക്ക് ഫിലിം ചെയ്തു, സീരിയൽ ചെയ്തു, ഇപ്പൊ മൈക്രോ ഡ്രാമാസും ചെയ്തു. ഇപ്പൊ പറയാറുണ്ട് ഈ സീരീസ് ചെയ്യുന്നുണ്ടെങ്കിൽ സീരിയൽ ചെയ്യുന്നവർക്ക് മൂവിയിലധികം അവസരങ്ങൾ കിട്ടാണ്ട് പോകുന്നു, ലൈക്ക് ഈ ആക്ടിങ്ങിന്റെ ഒരു ഡിഫറൻസ് കാരണം. പാലിയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, എന്നെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം ചെയ്യാന്നുള്ളത്. അപ്പൊ ഫിലിം ചലഞ്ചിങ് ആണ് കുറച്ച്. ഒരു ഫിലിം സക്സസ് ആയി അടുത്തൊരു മൂവി കിട്ടാൻ നമുക്കൊരു നല്ല ഗ്യാപ്പ് വരും. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അത്രയും ഗ്യാപ്പ് നമുക്ക് ഒരിക്കലും മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നതല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ചിലപ്പോൾ ഫോട്ടോഷൂട്ട് ആയിരിക്കാം, ചിലപ്പോൾ സീരിയൽ എൻട്രി ആയിരിക്കാം. അത് ചെയ്തോണ്ടേ ഇരിക്കാം. നമുക്ക് വരാനുള്ള അവസരം എപ്പോഴാണ് ലൈവായിട്ട് നിൽക്കുക, പെർഫോം ചെയ്യുക, നമ്മളെ പോളിഷ് ചെയ്തെടുക്കുക. സോ ലീഡ് റോള് നല്ല ക്യാരക്ടർ ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അതിപ്പോ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ എന്നൊന്നും ഇല്ലാണ്ട് ചെയ്യണം. ദെൻ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ എപ്പോഴാണേലും വരും. ഫിലിമിൽ ഇന്ന റോളിന് നമ്മളെ പറ്റുമെങ്കിൽ ഭാവിയിൽ നമുക്കത് തന്നെ വരും. അപ്പൊ അതിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമുക്ക് വരുന്നതെല്ലാം നല്ലത് സെലക്ട് ചെയ്ത് ചെയ്തു പോകുന്നത്. അപ്പൊ ഇനി ലൈക്ക് ഓരോരോ ആക്ട്രസ് എന്ന നിലയിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ഇന്ന ആളുടെ ഒപ്പം അഭിനയിക്കാൻ, ഇന്ന ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടർ രാജുവേട്ടനാണ്, പൃഥ്വിരാജ്. അദ്ദേഹത്തിനോടൊപ്പം കോമ്പിനേഷനിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആളുടെ മൂവീസിന് വെയിറ്റിംഗ്. ആളുടെ മൂവീസിലേക്ക് ഒരു എൻട്രി ഒരുപാട് സന്തോഷമുണ്ട്. ക്യാരക്ടർ എന്തെങ്കിലും സ്പെസിഫിക് ആയി കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്നാണ്. ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. സോ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ വരണം എന്നാണ് ആഗ്രഹം. ഓക്കെ. അപ്പൊ നമ്മുടെ മൂവി ജൂലൈ 3 റിലീസ് ആവുന്നു. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ? എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടമാകുന്ന കുറെ ഘടകങ്ങൾ ഫിലിമിലുണ്ട്. ഹൃദയം നിറയ്ക്കുന്ന, മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമയായിരിക്കും. മിസ് ചെയ്യരുത്, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും തിയേറ്ററിൽ കണ്ട് എല്ലാവരും വിജയിപ്പിക്കട്ടെ. താങ്ക് യു സോ മച്ച്.